എപ്പിസ്കോപ്പ സ്ഥാനം ഒരു ദൈവീക നിയോഗമാണ്. നീതിയിലും സത്യത്തിലും ന്യായത്തിലും അധിഷ്ഠിതമായി അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലൂടെ നാം ഏവരും മുന്നോട്ടുള്ള ജീവിതം ഫലദായകമായി മുന്നോട്ടു നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനായുള്ള സാഹചര്യങ്ങളിൽ മുഖം തിരിക്കാതെ അനുകൂലമായി പ്രതികരിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ 2025 മെയ് 10 67ാമത് വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. പ്രാർത്ഥനാപൂർവം ജന്മദിനാശംസകൾ നേരുന്നു. തന്നെ സമീപിക്കുന്ന ഏവരോടും സൗഹാർദ്ദപരമായി ഇടപെടുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് ദുഃഖപ്രയാസങ്ങൾക്ക് നല്ല ഒരു ശ്രോതാവും പ്രശ്നപരിഹാരകനുമാകാനും അഭിവന്യ തിരുമേനിക്ക് സാധിക്കുന്നു എന്നത് ഏറ്റവും പ്രശംസനീയമായ കാര്യമാണ്. വാക്കു പറഞ്ഞാൽ പാലിക്കണമെന്നത് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താതെ പാലിക്കുന്ന ഒരു ദിനചര്യ ആക്കിയിരിക്കുന്ന ആചാര്യശ്രേഷ്ഠൻ ഓരോ സന്ദർഭത്തിനുമനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിനെ സമീപിക്കുവാൻ തക്ക വിവേകബുദ്ധിയുള്ള മേൽപ്പട്ടക്കാരൻ 2024 കൊട്ടാരക്കര കൺവെൻഷൻ വേദിയിൽ വച്ച് രോഗാവസ്ഥയിലായ രോഗിയെ സഹായിക്കുവാൻ വേണ്ട നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കി ആവശ്യത്തിലിരിക്കുന്നവരെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കണം എന്ന സന്ദേശം നൽകി. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അപ്രിയമായ സത്യങ്ങൾ പറഞ്ഞ് ആരുടെയും മനസ്സിൽ മുറിവുണ്ടാക്കുവാൻ ആഗ്രഹിക്കാത്ത മേൽപ്പട്ടക്കാരൻ, സത്യം തിരിച്ചറിഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ തെല്ലും മടി കാണിക്കാത്ത ആചാര്യൻ, മലങ്കര മാർത്തോമാ സഭയിലെ ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പോലീത്തായുടെ ശിക്ഷണത്തിലും മാർഗദർശനത്തിലും തൻ്റെ അജപാലന ദൗത്യം രൂപപ്പെടുത്തിയെടുത്ത മാർത്തോമാ സഭയിലെ കൊച്ചു തിരുമേനി ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ വേദനിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയനൊമ്പരങ്ങൾ തൊട്ടറിഞ്ഞ് ആശ്വാസം പകരുന്നതിൽ അലംഭാവം കാണിക്കാത്ത മനോഭാവവും സ്നേഹത്തിലധിഷ്ഠിതമായ ഇടപെടലുകളും അനുരഞ്ജനവും പങ്കിടലും പരസ്പര സ്നേഹവും പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യവും എപ്പോഴും വ്യക്തമായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന മേൽപ്പട്ടക്കാരൻ. തിരുമേനിയുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായം ഐക്യമില്ലെങ്കിലും പലപ്പോഴും വിമർശിക്കാറുണ്ടെങ്കിലും നന്മകൾ കണ്ടില്ലെന്ന് നടിക്കുവാൻ പറ്റില്ല. നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ഇടപെടലുകൾ അത് സുതാര്യവും ഏവർക്കും ഹൃദ്യവുമായിരിക്കണം എന്നത് തിരുമേനിക്ക് നിർബന്ധമുള്ള കാര്യം. മെത്രാനെന്ന പദവിയുടെ ഔന്നത്യം കാത്തുസൂക്ഷിക്കുവാൻ പരമാവധി പ്രയത്നിക്കുന്ന ആചാര്യശ്രേഷ്ഠനാണ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ. പരിചയമുഖങ്ങളോട് സംസാരിക്കുവാൻ, അവരെ മാനിക്കുവാൻ ജാടകളൊന്നുമില്ലാതെ എപ്പോഴും മനസ്സു കാണിക്കുന്ന അഭിവന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ശരിയെ ഉൾക്കൊള്ളുവാനും സത്യത്തെ സ്വീകരിക്കുവാനും ന്യായത്തെ സ്വന്തമാക്കുവാനും മടി കാണിക്കാതെ പറയുന്ന വാക്ക് പാലിക്കുവാൻ എപ്പോഴും തയ്യാറാകുന്നു എന്നത് പ്രശംസനീയം. സർവശക്തനായ ദൈവം പുതിയ വർഷം അനുഗ്രഹങ്ങൾ നിറഞ്ഞ വർഷമാക്കി മാറ്റി അജപാലന ദൗത്യം തുടർന്നും പരിശുദ്ധാത്മ നിറവിൽ പൂർത്തീകരിക്കുവാൻ കൃപാവരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1000 ജന്മദിനാശംസകൾ സവിനയം സമർപ്പിക്കുന്നു.